മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു. കേട്ടല്ലോ നിങ്ങൾ. എന്താണ് പതിൽ പറയുന്നത്? മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു. എന്നിട്ട് തലക്കെട്ടെന്താ കൊടുത്തത്? ഖുർആനിലുമുണ്ട് മൗലിദ് എന്ന് ഹുസൈൻ സലഫി എന്റെ ഒരു ചിത്രം കൊടുത്ത് ഒരു ഓഡിയോ ഭാഗമാണ് അവർ കേൾപ്പിക്കുന്നത്. ആ സംസാരിക്കുന്ന സ്റ്റേജോ ഒന്നും അവർ കാണിക്കുന്നില്ല. സഹോദരങ്ങളെ, എന്താണ് ഇവർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ നുണ പ്രചരിപ്പിക്കുന്നത്? ഞാനത് പറയുന്ന സന്ദർഭം അത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും. ഇനി നിങ്ങൾക്ക് ഇവർ നടത്തിയ കൃത്രിമ മനസ്സിലാകുവാൻ വേണ്ടി ഏതൊക്കെ ഭാഗങ്ങളിൽ ഇവർ കത്രിക വെച്ച് മുറിച്ചു, മുമ്പ് കത്രിക വെച്ച് മുറിച്ചത്, ശേഷം കത്രിക വെച്ച് മുറിച്ചത്, ഇത് രണ്ടും കൂടി മനസ്സിലാകുവാൻ വേണ്ടി ആ രണ്ട് ഭാഗങ്ങളും ഇവരുടെ 13 സെക്കൻഡിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ഭാഗങ്ങളും ആ 13 സെക്കൻഡും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ഇവരുടെ കൃത്രിമത്വത്തിന്റെ ആഴം, ഇവരുടെ ഒരു ഗതികേടിന്റെ ആഴം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു, പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ നല്ലത് പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ മൗലിദ് കിതാബുകളിലൊക്കെ അവരെ കുറിച്ചുള്ള കെട്ടുകഥകളാണ് പലതും. നിങ്ങൾ അവരെ വിളിച്ച് തേടുന്ന വരികളാണ് അതിലുള്ളത്. അത് പാടില്ല. അങ്ങനെയുള്ള മൗലിദ് പാടാൻ പാടില്ല. അങ്ങനെ ഒരു മദ്ഹ് എന്ന പേരിൽ നിങ്ങൾ വീടുകളിലോ എവിടെയും പള്ളികളിലോ വെച്ച് ചൊല്ലാൻ പാടില്ല. അതല്ല പൊറുക്കാത്ത സംഗതിയാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ, അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുജാഹിദുകൾ പറയുമ്പോ, ഈ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മൗലീദ് ഉയർത്തിപ്പിടിക്കുന്ന ചില പുരോഹിതന്മാരുണ്ട്, ചില മുസ്ലിയാക്കന്മാരുണ്ട്, ചില തങ്ങന്മാരുണ്ട്, തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവരുണ്ട്. അവരതാ ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയും, ഓ മൗലവിമാരെ, മൗലൂദിനെ എതിർക്കുന്ന, മൗലിദ് പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളെ, നിങ്ങൾക്ക് പാരമ്പര്യമില്ല. നമുക്ക് പാരമ്പര്യമില്ല. പിന്നെ ആർക്കാ പാരമ്പര്യം? മൗലിദോരുന്ന ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത്. എവിടെയാ പാരമ്പര്യം? അവരതാ ജനങ്ങളോട് പച്ചയായി പറയുന്നു. പത്രങ്ങളിൽ അത് റിപ്പോർട്ടായി ജില്ലയിൽ എന്ന് തന്നെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് അവർ തെറ്റിദ്ധരിപ്പിച്ചത്? മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു. എങ്ങനെയുണ്ട്? കേൾക്കുന്നവൻ എന്താ വിചാരിക്ക? ഖുർആൻ മുഴുവൻ മൗലൂദാണ്. ആരുടെ മൗലൂദ്? 25 നബിമാരുടെ പേരല്ലേ ഖുർആനിലുള്ളത്. ആ 25 നബിമാരുടെ മൗലീദ് ഖുർആനിൽ നിറഞ്ഞു കിടക്കുന്നു. എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങൾ മമ്പുറം മൗലിദ് പരിചയമില്ലേ? അതേ, മുഹയ്യിദ്ദീൻ മൗലീദ് പരിചയമില്ലേ? ശറഫല്ലനാം അറിയില്ലേ? മങ്കൂസ് അറിയില്ലേ? ബർസഞ്ചി അറിയില്ലേ? ഒട്ടേറെ മൗലിദുകൾ വീടുകളിലില്ലേ? ആ മൗലിദുകളിൽ എന്താ ഉള്ളടക്കം എന്ന് ഞാൻ ആമുഖമായി എന്റെ ശ്രോതാക്കളോട് പറഞ്ഞത് എന്തിനാ? ഇത് വെച്ചുകൊണ്ടാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത്, ഓ മുജാഹിദുകൾ പിഴച്ചവര് തന്നെ. കാരണം അള്ളാന്റെ ഖുർആനിൽ ഇങ്ങനെ ഈസാ മൗലിദും മൂസാ മൗലിദും നൂഹ് മൗലിദും ഇബ്രാഹിം മൗലിദും ആദം മൗലിദും മുഹമ്മദ് മൗലിദും അതേ അയ്യൂബ് മൗലിദും സക്കരിയ മൗലിദും ഒക്കെ മഹാന്മാരായ അമ്പിയാക്കളുടെ പേരിൽ ഉണ്ടായിട്ട് ഈ മുജാഹിദുകൾ അതിനെ എതിർക്കുന്നുവെങ്കിൽ അവര് പുത്തൻവാദികൾ തന്നെ എന്നല്ലേ സാധാരണ ജനം തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് വളരെ വിനയത്തോടെ പറയട്ടെ, ഇവര് മൗലിദ് പ്രവാചകന്മാരുടെ മൗലിദ് ഖുർആനിലുണ്ടെന്ന് പറയുന്നത് മഹാവഞ്ചന തന്നെ.